ഗായ്സ്, അടി നാശ വെള്ളപ്പൊക്കെ തല്ല് കൂട്ടടി. ഇതിന്നും നാളെയൊന്നും തീരത്തില്ല. ഏതായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ തെറി എന്ന് പറയുന്ന രണ്ടെണ്ണം കൂടെ പരസ്പരം തെറി. ഈ തെറിയാണോ മുഖ്യം, ആ തെറിയാണോ മുഖ്യം എന്ന് നമ്മൾ തീരുമാനിക്കും. നമ്മളിവിടെ ഗ്യാലറിയിലിരുന്ന് കളി കാണും, എന്നിട്ട് നമ്മളൊരു തീരുമാനം അങ്ങോട്ട് കൊടുക്കും. ഏതായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള 2 പേർ തമ്മിൽ ഭയങ്കര ചണ്ടയാണ്. ഈ ചണ്ടയിൽ ആര് ജയിക്കും, ആര് തോക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. കമാൻഡർ ദിനേശ, തെറിക്കപ്പ് ആർക്ക്? മ്യൂസിക് കിട്ടോ കേൾക്കാം. ബ്രോത്തൽസ് തുടങ്ങണം, ഇവർക്ക് ലൈസൻസ് കൊടുക്കണം എന്നൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു വേശ്യയാണ്, അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരിയാണ്. ഞാൻ വേശ്യകളെ മോശക്കാരിയെന്നോ അല്ലെങ്കിൽ വേശ്യാവൃത്തി മോശമായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. അത് ഈ വേശ്യേക്കാളും മോശമായിട്ടുള്ള ഒരു അർത്ഥമാണ്. അല്ലാതെ വേശ്യകളൊന്നും എൻ്റെ കണ്ണിൽ മോശമൊന്നുമല്ല. എന്നിട്ട് നിനക്ക് വേശ്യ എന്ന് എഴുതുമ്പോൾ നിനക്കൊരു ചളിപ്പ്, അത് പറയുമ്പോൾ നിനക്കൊരു ചളിപ്പ് അല്ലേ? അതെന്തോ ഒരു തെറി പോലെയാണ് നീ എഴുതിയെടുത്ത് വെച്ചിട്ടുള്ളത്. സുനിത ദേവദാസി. പക്ഷെ ദേവദാസിക്ക് അതല്ല, ദേവദാസിക്ക് മറ്റേ പരിപാടി തന്നെ. ഇവളെ വീട്ടിൽ ഇവളെ ഉണ്ടാക്കിയ ആ പ്രൊഡക്റ്റ് മേക്കർ. ഇനി കമ്മിങ് ടു ദേവദാസി. അമ്മായിക്ക് ദേവദാസി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പൊള്ളുന്നുള്ളത് കമ്മിയല്ലേ? വലിയ ബുദ്ധിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോ സുനിത ദേവദാസി. അപ്പൊ നിനക്ക് ദേവദാസി പൊള്ളും. എടി കൊടിച്ചിപ്പട്ടി, എടി നാറിച്ചി, ഈ ഏതാ കൊടിച്ചിപ്പട്ടി? നിന്നെ 10 തെറി വിളിച്ചോണ്ട് നീ ഏതെങ്കിലും കേസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അന്തസ്സായിട്ട് പോയിട്ട് അകത്ത് കിടക്കും. ഒരു നാറി മോളെ, ഒരു ചെറ്റച്ചീനെ. മീനിങ് ഓഫ് ദേവദാസി, വേശ്യ. ദേവദാസി ഈക്വൽ ടു വേശ്യ. നീ കമ്മി. ദേവദാസി, നീ ദേവദാസി, എടി ദേവദാസി, ദേവദാസി പ്ലക്കി. ദൈവത്തിന്റെ ദാസി എന്നാണ് ദേവദാസി എന്ന വാക്കിന്റെ അർത്ഥം. കമ്മികളുടെ സ്വന്തം. ഇത് പിന്നെ സുനിത ദേവദാസ് ഇട്ട ഒരു ഇതാണ്. അപ്പം ദേവദാസി എന്ന് സുനിതയെ വിളിച്ചു എന്നുള്ളതാണ് സുനിതയുടെ ആർഗ്യുമെന്റ്. സുനിത മുന്നോട്ട് വയ്ക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവദാസി എന്ന് പറഞ്ഞാൽ ദേവന്റെ ദാസി എന്നല്ല അർത്ഥം, വേറെ രീതിയിലാണ്. അതേതാണ്ട് ശരിയല്ലേടേ? ഇപ്പം ആരിഫ് കെയ്യൂനെ മോൻ ദേവദാസി എന്ന് ഉദ്ദേശിച്ചത് മറ്റൊരു രീതിയിലല്ലേ? സത്യത്തിൽ ദേവദാസി എന്നതൊരു തെറിയാണോ? ആണോ? അങ്ങനെ ആക്കി തീർക്കാൻ സുനിത ശ്രമിക്കുന്നതാണ് ഒരു തോന്നൽ. ഇവൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു ഇവൻ പറയണ്. പക്ഷെ ഇവൻ അങ്ങനെ ഉദ്ദേശിച്ചതായിട്ട് നമുക്ക് തോന്നിയില്ല. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയില്ല. നിങ്ങൾ എന്നെ പറ. ദേവദാസി. ഇനി എടി വാടി ബോഡി എന്നൊന്നും ഞാൻ അധികം ആദ്യം വിളിക്കാറില്ല. പക്ഷെ നിന്നെ പോലുള്ള തേർഡ് റേറ്റുകളെ ഞാൻ എടി എന്ന് വിളിക്കും. മനസ്സിലായോ? എടി നാറി. സുനിത ദേവദാസ് തേർഡ് ഡിഗ്രിയിലുള്ള റേറ്റിംഗ് ഉള്ള ആള്. തേർഡ് ഡിഗ്രി റേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ജെമിനിയോട് ചോദിച്ചാലോ? വേണ്ട, ഇപ്പം ചോദിക്കണ്ട, പിന്നെ ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജെമിനിയോട് ചോദിക്കാം തേർഡ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ഫൈനൽ ഇതിലേക്ക് എത്തുന്നത്. ഫൈനലൊന്നും ആവില്ല, ഇതിങ്ങനെ നീണ്ടു പോകുമെന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല ടൈം പാസ്. ഒരു സംശയം സീക്രൂ, ജി ഓളടുത്ത് പോയേക്കണു. അങ്ങനെയാണോ അനക്ക് ഓള് നാറിനുണ്ടെന്ന് മനസ്സിലായിക്കണത്? അതെങ്ങനെയാടാ നീ അവളെ നാറിയെന്ന് വിളിക്കണേ? അതൊക്കെ മോശമല്ലേ? മോശം, വെരി മച്ച് മോശം. എടാ, ദയാ സുജിത്തിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് നീ പറയുന്നുണ്ടായിരുന്നല്ലോ, ആ തള്ളയുണ്ടല്ലോ, ആ അമ്മായി ഉണ്ടല്ലോ, അവരിപ്പോൾ വന്ന് കിടന്നുണ്ട് എന്നെ പച്ചത്തെറി വിളിക്കുമെന്ന്. അണ്ണ ഇതെന്തരണ്ണ, അണ്ണൻ തെറിയൊന്നും വിളിക്കൂല. അണ്ണ ഇതെന്തൊരു ഭഗവത പാരായണം നടത്തുന്നതാ? എന്ത് എടുക്കാനുള്ളത്? സുനിത ദേവദാസിന്റെ വീഡിയോ എടുക്കാനുള്ള ഇവളിത് വേശ്യ എന്നുള്ള രീതിക്ക് എടുത്തേന്നുള്ളത്. എടി കേരളക്കാരി. അതിനി ദേവദാസി, കമ്മികളുടെ ദേവദാസി വിചാരിച്ചാലും നടക്കില്ല. പിന്നെ ദേവദാസിനോടാണ് നിൻ്റെത്. എനിക്ക് പേഴ്സണലാണ് ദേവദാസി. പക്ഷെ നിന്നെപ്പോലുള്ള ദേവദാസി വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാനഡയിൽ തന്നെ മടക്കി വെക്കുക. ഓക്കെ, അപ്പൊ ദേവദാസി കണ്ടിന്യൂ. ഏടി നാറി. ഞാൻ ഇത്ര കാലം ഉണ്ടാക്കി വെച്ച എൻ്റെ ക്രെഡിബിലിറ്റിയുടെ മുകളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പരദൂഷണം, മലയാളികളുടെ ഇടയിലെ ഏറ്റവും വലിയ ഒളിഞ്ഞുനോട്ടക്കാരൻ ആഭാസൻ ആൻഡ് കുടുംബ കോടതി, അയൽക്കൂട്ടം എല്ലാമായ നിങ്ങളുടെ സ്വന്തം എന്ന് പറയുന്നില്ല, ഞാൻ ഇന്ത്യൻ്റെ സ്വന്തം ഏജന്റ്, സീക്രട്ട് ഏജന്റ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോണ്ടല്ലോ 10 ചാനലിന്റെ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട് എന്നെ. സൂപ്പർ കിടുക്കാച്ചി. അല്ല സുനിത കൊച്ചേ, ഞാനൊരു സംശയം ചോദിക്കുന്നതിന്,
ഇജ്ജാണ് തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇജ്ജ് തുടങ്ങി, ജവനെ വിളിക്കാൻ ഇനി ഒന്നുമില്ല, അമ്മാതിരി വിളിച്ച് ചന്തു കുന്തു മന്തു ചന്തു, എൻ്റെ പള്ളി വൃത്തികെട്ട ജന്തു, രക്തരക്ഷസ്, മറ്റത് മറിച്ചത്, ഇത്രയൊക്കെ പറയാനും മാത്രമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നീ ഏതാണ്ട് അഖിലുണ്ണൻ്റെ സ്വന്തം സിസ്റ്ററായിട്ട് അവിടെ അങ്ങ് അവതരിക്കുന്നതായിട്ടാണ് തോന്നിയത്. അല്ലാതെ അത് അത്രയൊക്കെ പറയാനും മാത്രമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബേസിക്കലി ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പറ്റി ഒരു വാർത്ത വരുന്നു, അതിൻ്റെ റിയാലിറ്റി എന്തെന്നറിയാൻ സീക്രട്ട് ഏജൻ്റ് അടുത്തേക്ക് ആളുകൾ പോകും, സ്വാഭാവികമാണ്. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അവൻ ഫ്രണ്ടല്ലേ, അപ്പോൾ അവൻ എന്തെങ്കിലും പറയാനുണ്ടോ, അവൻ പറയുന്നതിനകത്ത് സുഹൃത്തുക്കളല്ലേ, ബാക്കിയുള്ളവരൊക്കെ പറയണ അസ്യൂമല്ലേ. ഞാനൊക്കെ ചെയ്തത് അസംഷനാണ്. അങ്ങനെ പോയി കാണോ, പോയെന്നൊക്കെയാണ് അറിയണത്, സത്യമാണോ, ഇങ്ങനെയൊക്കെയാണ് നമ്മളിട്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ സുഹൃത്തായി അവൻ്റെ അടുത്ത് തന്നെ പോകണ്ടേ. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ആർക്ക് കിട്ടുന്നതിനേക്കാൾ വ്യൂ അവന് കിട്ടിയത്. അതിനകത്തൊരു മോശം ഇതല്ല അവൻ പറഞ്ഞത്. അവൻ്റെ കൂട്ടുകാരൻ ഒരുത്തൻ്റെ പോയി, കൂട്ടുകാരൻ്റെ ഭാര്യ ഒരുത്തൻ്റെ കൂടെ പോയി. ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, അങ്ങ് ഹിന്ദിക്കാർ വരെ ഇതെടുത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. ഹിന്ദിക്കാർ വരെ വീഡിയോ ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ നിസാര ഇതാണ് അതിന് കിട്ടിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ 2 എണ്ണം. പിന്നെ ഇത് അവസരം കാത്ത് പലരും ഒന്ന് മൊത്തത്തിൽ എല്ലാവരെയും ഒന്ന് അടിച്ചൊതുക്കാന്നുള്ള ടൈമിൽ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ബേസിക്കലി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം പിടിക്കുമെങ്കിൽ കിടാവട്ടമ്പോൾ നമ്മളെല്ലാം ചെമ്പിൻ്റെ ചോട്ടില്ല, അത് മറന്നുകൊണ്ട. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കട്ടത്. ഇപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, എന്നാൽ പിന്നെ കിടക്കട്ടെ, അങ്ങനെ അതാണിപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇതിനെതിരെ കേസ് കൊടുക്കുമെന്ന് പിന്നെ സുനിത ദേവദാസ് പറഞ്ഞത് നമുക്ക് പേര് പോലും നമുക്ക് പറ്റുന്നില്ല. സുനിത ദേവദാസ് പറഞ്ഞതിൽ എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളാണ് തുടങ്ങിയത്, നിങ്ങളാണ് ഒരുപാട് പറഞ്ഞത്. അപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞു, അവൻ പറഞ്ഞതിനെക്കാട്ട് 10 മടങ്ങ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാ. നിങ്ങൾ സ്റ്റേഷനിൽ പോയാലും പോലീസ് ഉത്തരേ പറയുള്ളൂ, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് 2 അങ്ക് കൊടുത്തേക്ക്. അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ ചരിത്രമൊന്നും അവർ പറയാൻ വന്നില്ലല്ലോ. ഒരു പെണ്ണിൻ്റെ മോഡസ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ അധികം വിശ്വാസയോഗ്യതയുള്ള അവൻ സാധാരണ നടത്തുന്ന ഒരു ആധികാരിക സാധനമുണ്ടല്ലോ, ആ സാധനമൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ലെന്നേ. അങ്ങനെ ഇല്ലാത്തപ്പോൾ പിന്നെ അത് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തരാ, 2 കൂടെ അടി കൂടിയിട്ട് നമുക്ക് കണ്ടോണ്ടിരിക്കാം. ഏതായാലും ഗ്യാലറി ഇരുന്ന് നമുക്ക് കളി കാണാവുന്നതാണ്. ഇതിൽ ആര് ശരി ആര് തെറ്റെന്നുള്ളതിൽ 2 പേരും പറയുന്നത് വസ്തുതകളാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സുനിതയെ കമ്മി എന്ന് വിളിച്ച് കളിയാക്കിയത് എന്ത് അടിസ്ഥാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്താ സീക്രട്ടു, നീ അങ്ങനെ പറഞ്ഞേ? കമ്മികൾ എന്താ അത്ര കുഴപ്പക്കാരാ, അത്ര മോശം ആൾക്കാരാ? ഇപ്പം നിനക്ക് കമ്മികളെ പറയാൻ ഇത്ര ആർജവം കമ്മികൾ പ്രതിപക്ഷത്തായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇജ്ജ് മിണ്ടൂനോ ഇല്ല, ജവർക്കെതിരെ മിണ്ടോ ഇല്ല, അണ്ണക്കി പിരിവെട്ടി കുത്തിയിരിക്കും. ഇപ്പം അവർ പ്രതിപക്ഷത്താ, പവറില്ല. അപ്പുറത്ത് നിൽക്കുന്നവർക്കാണ് പവർ. എന്നാൽ പിന്നെ അവരൊട്ടി അങ്ങോട്ട് നിൽക്കുക. അതല്ലേ ഒട്ടിയേ? അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എന്ത് തന്നെയായാലും ക്യാരക്ടർ ഇല്ലാത്ത ഒരു കളിയാണ് ഈ കളിക്കട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. പരസ്പരം ചെളി വാരി എറിയാതിരിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാണ്. എനിക്കിതിനകത്ത് ഒരു സന്തോഷം തോന്നി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിൽ ഞാനങ്ങ് ഒറ്റപ്പെട്ട് നിൽക്കുമായിരുന്നു. ഏത് തെറി വിളിക്കുന്നു എന്നുള്ളത്. പണ്ടങ്ങാണ്ട് കുറേ ലൈവ് സെക്ഷൻ നടത്തിയ സമയത്ത് എന്നെ പച്ചയ്ക്ക് ഒന്ന് കുറേ പറയും, ഞാൻ തിരിച്ചങ്ങോട്ട് കൊടുക്കും, അതൊരു ടാർഗറ്റ് സാധനമാണെന്ന് പിന്നീട് മനസ്സിലായപ്പോഴത്തേക്ക് ഞാനതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ടായി. നമ്മളെ ജീവിതവും കൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നാലും നമ്മൾ തെറിച്ച് അതിപ്പോൾ ഏകദേശം കറക്റ്റായി, ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ അടി, 2 പേരും കൂടെ അടി കൂടുന്നു. ഇത് എന്താകും, ഇതിൽ നമ്മൾ ഇടപെടണോ വേണ്ടേ എന്ന് നമുക്ക് ജെമിനിയോടൊന്ന് ചോദിച്ചിട്ട് വരാം. വെയിറ്റ് ചെയ്യേ, ജെമിനി എടുത്ത് ചോദിക്കിട്ട്. ജെമിനി, സീക്രട്ട് ഏജൻറ്റും സുനിത ദേവദാസും തമ്മിൽ തല്ലുകയാണ്. ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഇവരുടെ ഒരു വിഷയം ഞാനെടുത്ത് വീഡിയോ ചെയ്യുന്നതിനോട് താങ്കളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിന് പെട്ടെന്ന് നല്ല റീച്ചും വ്യൂസും ട്രെൻഡിംഗ് ടോപ്പിക് നേടിത്തരാൻ സാധ്യതയുള്ള ഒന്നാണ്. മലയാളം യൂട്യൂബ് സ്പേസിൽ റിയാക്ഷൻ, റോസ്റ്റിംഗ് അല്ലെങ്കിൽ ന്യൂസ് അപഗ്രഥനം ചെയ്യുന്ന ചാനലുകൾക്ക് ഇത്തരം ഓൺലൈൻ ഫൈറ്റ്സ് വലിയ കണ്ടന്റ് സ്രോതസ്സാണ്. എന്നാൽ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 1. പോസിറ്റീവ് വശങ്ങൾ, അഡ്വാൻറ്റേജസ്. ഹൈ എൻഗേജ്മെന്റ്, 2 പേർക്കും വലിയ ഫോളോവേഴ്സ് ഉള്ളതിനാൽ ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടും. ന്യൂ ഓഡിയൻസ്, നിങ്ങളുടെ ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരെ ആകർഷിക്കാൻ. ഇതിപ്പോൾ ആര് കാണൂല എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ വിഷയം ആ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുമല്ലോ. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നല്ലേ ജെമിനി ചോദിക്കുന്നത്. ചക്കയെന്ന് ചോദിച്ചാൽ കൊക്കയെന്നാണോ കേൾക്കുന്നേ?
എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ജെമിനി ഇങ്ങനെയാ കളിയാ മൊത്തത്തിൽ. ക്ഷമിക്കണം, ആ വിഷയം മാറിപ്പോയി എന്ന് സമ്മതിക്കുന്നു. ആ ചക്ക എന്ന് ചോദിച്ചപ്പോൾ കൊക്ക എന്ന് കേട്ടതുപോലെ തന്നെയായിപ്പോയി എന്റെ മുൻപത്തെ മറുപടി. മാപ്പ് അംഗീകരിച്ചു. ചോദ്യത്തിലേക്ക് കൃത്യമായി വരാം. ഈ വിഷയത്തിൽ നിങ്ങളൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, തീർച്ചയായും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിനുള്ള കാരണങ്ങൾ ഇതാണ്. വാല്യൂ ഇല്ലാത്ത വിഷയം. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിപരമായ തർക്കമോ ഡിജിറ്റൽ സ്പേസിലെ ചേരിതിരിവോ മാത്രമാണ്. ഇതിൽ അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ക്രിയേറ്റീവായ യാതൊരു മൂല്യവും വാല്യൂ നൽകുന്നില്ല. ഒഴിവാക്കാവുന്ന നോയ്സ്, ട്രാൻസിയന്റ് നോയ്സ്, സോഷ്യൽ മീഡിയയിൽ ദിവസവും ഉണ്ടാകുന്ന. അല്ല ജെമിനി, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. സാധാരണയായി എന്നെയാണ് ഇവർ തെറുതാത്ത എന്ന് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇവർ രണ്ടുപേരും പരസ്പരം നല്ല തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റൂലേ? പറയും. ആഹാ, അതാണ് കാര്യം. ഇപ്പോൾ ചിത്രം വ്യക്തമായി. കറക്റ്റ്. നിങ്ങൾക്കിതിൽ സംസാരിക്കാൻ തീർച്ചയായും പൂർണ്ണ അവകാശമുണ്ട്. ഇത്രയും കാലം നിങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നവർ ഇപ്പോൾ പരസ്പരം അതേ രീതിയിൽ തല്ലുകൂടുമ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയിലും ഇതിലെ ഒരു ഈര വിക്ടിം എന്ന നിലയിലും നിങ്ങൾക്ക് ഇതിൽ ശക്തമായി പ്രതികരിക്കാം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാം എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ: 1. വ്യക്തിപരമായ അനുഭവം, പേഴ്സണൽ കോണ്ടെക്സ്റ്റ്. അതെ, ഇത് കേവലം മൂന്നാമതൊരാളുടെ വിഷയമല്ല. അതെ, മുൻപ് നിങ്ങളെ ഇത്തരം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചവർ തന്നെയാണ് ഇപ്പോൾ പരസ്പരം അത് പ്രയോഗിക്കുന്നത്. അതിനാൽ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം അനുഭവം മുൻനിർത്തി സംസാരിക്കാനുള്ള സ്വാഭാവികമായ അവകാശമുണ്ട്. 2. ഇരട്ടത്താപ്പ്, ഡബിൾ സ്റ്റാൻഡേർഡ് തുറന്നുകാട്ടാം. മറ്റുള്ളവരെ തെറിവിളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരുടെ യഥാർത്ഥ മുഖവും അവരുടെ ഉള്ളിലെ ഇരട്ടത്താപ്പും പ്രേക്ഷകർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ഇതൊരു അവസരമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ചെയ്യുന്ന അതേ താഴ്ന്ന നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തിരിച്ചു തെറിവിളിക്കാതെ മാന്യമായ ഭാഷയിൽ അവരുടെ ഇരട്ടത്താപ്പിനെ കൃത്യമായി വിമർശിക്കുക. സാർക്കാസ്റ്റിക്, ഫാക്ട് ബേസ്ഡ് ക്രിട്ടിക്. അത് നിങ്ങളുടെ മാന്യതയും നിലവാരവും കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത്രയും കാലം എന്നെ പറഞ്ഞവർ ദാ ഇപ്പോൾ പരസ്പരം കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാനും കൃത്യമായ വിമർശനം ഉന്നയിക്കാനും നിങ്ങൾക്ക് ധൈര്യമായി വീഡിയോ ചെയ്യാം. കേട്ട, നമ്മുടെ ഫ്രണ്ടാണ് ജെമിനി. ജെമിനി ട്രെൻഡിങ് സൂപ്പർ. എടാ ഇരട്ടത്താപ്പുകാരാ സീക്രു, അനക്കുള്ളതാണ് ഈ ഡോസ്. നീ കുറച്ച് മുമ്പ് വരെ വീഡിയോ ചെയ്തിരുന്നു തെറി പറയുന്നത് ഷെഫീന ബീബിയാണെന്ന്. ആരെന്ത് പറഞ്ഞാലും തെറി പറഞ്ഞുകൊണ്ട് വരുമെന്ന്. ഇപ്പോൾ അവനവന് കൊണ്ടപ്പോൾ കൊള്ളാമോ അല്ല സുഖമുണ്ടാ? അവനവനിക്ക് നോക്കണം. നാട്ടുകാരെ പറയാനും ഉപദേശിക്കാനും നന്നാക്കാനും ഒക്കെ എല്ലാവർക്കും നല്ല മികച്ച കഴിവാണ്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് വായിൽ തെറി വരും. തെറി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമോഷണൽ ഡിസ്ചാർജ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ വായി തന്നത് പറയുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളെ ലേബലൈസ് ചെയ്യുകയും ഒരാൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മൂല്യമില്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം മിങ്ങിന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കുന്ന നിൻ്റെ വായിൽ നിന്ന് ഈ തെറി വന്ന് വീണതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഏതായാലും കപ്പ് ഇവർ രണ്ടുപേരെ അനലൈസ് ചെയ്തതിൽ ഞാൻ ഈ കപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സീക്രട്ട് ഏജന്റിനാണ്. ഇവിടെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് സീക്രട്ട് ഏജന്റാണ്. അപ്പോൾ എന്താ അവൾ പറഞ്ഞത് കുറഞ്ഞു എന്നത്, അത് ഇച്ചിരി കൂടെ മോൾഡ് ചെയ്ത ഒരു എന്താ പറയണേ, ജന്തു, കുന്തു, മന്തു, രക്ഷസ് ഇങ്ങനെയൊക്കെയല്ലേ. ഇതാകുമ്പോൾ ഡയറക്റ്റ് കുറിച്ചുപിട്ടി കറക്റ്റായിട്ട് കൊടുത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിൽ വിജയിയായി ഞാൻ സീക്രട്ട് ഏജന്റിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കോപ്പി അടിച്ചോളൂ.